പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ മെഷീനിൽ വളരെ ഈസി ആയിട്ട് സ്കാലപ്പ് ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്കാലപ്പ് ഡിസൈൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലൊരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കണം. ഈ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ പീസോ എടുക്കാവുന്നതാണ്. പിന്നെ ഏതളവിലുള്ള ഡിസൈനാണോ നമുക്ക് വേണ്ടത് ആ അളവിൽ ഒരു റൗണ്ട് വരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് കോയിനോ അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ രണ്ടായി മടക്കി എടുത്തിട്ട് നമുക്ക് സ്കാലപ്പ് ഡിസൈൻ വരച്ചെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കാം. എന്നിട്ട് ആ ലൈനിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ വരച്ചെടുക്കുന്നതെങ്കിൽ ഒരേ അളവിലുള്ള ഡിസൈൻ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതുപോലെ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഏത് തുണിയിലും ഈസി ആയിട്ട് വരച്ചെടുക്കാം. സ്കാലപ്പ് ഡിസൈൻ നമുക്ക് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന നൂലും അതുപോലെ ഒരു സാധാ മെഷീൻ നൂലും കൂടി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഏത് കളറിലുള്ള എംബ്രോയ്ഡറി നൂലാണോ എടുക്കുന്നത് അതേ കളറിലുള്ള തന്നെ സാധാ നൂലുമാണ് എടുക്കേണ്ടത്. സാധാ നൂല് ഞാൻ മെഷീൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്. എംബ്രോയ്ഡറി നൂല് ബോബിനിൽ കൈകൊണ്ട് തന്നെ ഇതുപോലെ ചുറ്റിയെടുക്കാം. അടിനൂല് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഇടുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നൂല് ഫ്രീ ആയിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന ആ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബോബിനിലാണല്ലോ എംബ്രോയ്ഡറി നൂല് ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ തുണിയുടെ അടിയിലായിട്ടാണ് നല്ല സ്റ്റിച്ച് വരുന്നത്. തുണിയുടെ അകവശത്താണ് നമ്മൾ ഇതുപോലെ ഡിസൈൻ വരച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ തുണിയിൽ ചുളിവുകളൊന്നും വരാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്ത് അടിയിൽ വെച്ച് പിൻകുത്തി എടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ കൂടി ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനടിയിലെ ന്യൂസ് പേപ്പർ ഇളക്കി കളയാം. ഇനി ഈ സ്റ്റിച്ചിൽ തട്ടാതെ തന്നെ ബാക്കി വന്ന തുണി അരികു ചേർത്ത് സാവകാശം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം.
വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ നോർമൽ മെഷീനിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സ്കാലപ്പ് ഡിസൈൻ ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.